വട്ടവടയിൽ മരം മുറിക്കുന്നതിന് സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ ഇത് അട്ടിമറിക്കുകയാണെന്ന ആരോപണം ശക്തം. നീലക്കുറിഞ്ഞി ഉദ്യാനം ഒഴികെയുള്ള പ്രദേശത്തെ മരങ്ങൾ മുറിക്കുവാൻ തീരുമാനമെടുത്തിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. നട്ടുവളർത്തിയ 28 മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചുനാട് മേഖലയിൽ ഉൾപ്പെടെ മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ഗ്രാൻഡിസ് മരങ്ങൾ മുറിക്കൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ പേരിൽ വട്ടവടയിൽ മരം മുറിക്കൽ അനന്തമായി നീളുകയാണ്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിൽ ഉൾപ്പെട്ട 52, 62 ബ്ലോക്കുകൾ ഒഴികെയുള്ള മറ്റു മേഖലകളിലെ മരം മുറിക്കാമെന്നാണ് വ്യവസ്ഥ. ഇവിടെയാണ് തണ്ടപ്പേർ വെരിഫിക്കേഷൻ നടത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നെന്നും എന്നാൽ ഇത് അട്ടിമറിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാമരാജ് ആരോപിച്ചു. നീലക്കുറിഞ്ചി മേഖലയായ 58, 62 ബ്ലോക്ക് ഒളിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങൾ മുഴുവനായി വെട്ടണമെന്ന് തന്നെയാണ് അന്നത്തെ തീരുമാനം. അത് 58ഉം 62ഉം ലാൻഡ് റവന്യൂ കമ്മീഷണർ തണ്ടപ്പേർ പരിശോധന നടത്തിയതിന് ശേഷം വെട്ടിയാൽ മതി എന്നുള്ള തീരുമാനത്തോട് ഞങ്ങൾ യോജിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ വഴിവിട്ട ഒരു ഇടപെടൽ ഈ മരവെട്ടുമായി ബന്ധപ്പെട്ട് ഇത്രയും തടസ്സം വരാൻ കാരണം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഇടപെടലാണ് മരമുറിക്കലിന് തടസ്സമുണ്ടാകാൻ കാരണമെന്നുമാണ് പഞ്ചായത്തിന്റെ ആരോപണം. ദേവികുളം ഡിവിഷനിൽ സർവേ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ മാറ്റി പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.